പക്ഷേ മെമ്പർ പറയണത് എനിക്ക് മെമ്പറിന് ADS കൂടി 10,000 രൂപ ഞാൻ കൊടുത്താൽ മാത്രമേ എന്നെ ADS ആക്കൂ, മേറ്റ് ആക്കൂ എന്നുള്ള വിഷയമാണ് മെമ്പർ പറയണത്. ആ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള 10,000 രൂപ അവർക്ക് കൊടുക്കണമെന്നാണ് പറയണത്. ADS പറയുന്ന വിഷയം എന്ന് പറയുമ്പോൾ 2013-14 കാലഘട്ടത്തിൽ ഒരു ADS ഓഡിറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഞാൻ സാമ്പത്തിക ക്രമക്കേടൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓംബുഡ്സ്മാനിൽ ഇതിൻ്റെ കോപ്പി കൊണ്ട് കൊടുക്കുകയും എനിക്ക് ഓർഡർ തരികയും ചെയ്തത്. എൻ്റെ പേര് അജിത, കുറ്റിച്ചൽ പഞ്ചായത്തിൽ കൊടുക്കറ വാർഡിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് മേറ്റിനെ സംബന്ധിച്ചുള്ള വിഷയമാണ്. ഇപ്പോൾ 2008 മുതൽ ഞാൻ മേറ്റായും തൊഴിലാളിയായിട്ടും കൊടുക്കറ വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പിന്നെ കുറച്ച് സമയം എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ മെമ്പർ വീട്ടിൽ വന്ന് മേറ്റായി നിൽക്കാൻ സമ്മർദ്ദം ചെലുത്തി ഞാൻ കുടുംബശ്രീയിൽ അപേക്ഷ കൊടുക്കുകയും, പക്ഷേ ആ കാലം മുതൽ എന്നെ മേറ്റായി അംഗീകരിക്കാതിരുന്നതിനാൽ ഞാൻ ഓംബുഡ്സ്മാനിൽ പരാതി കൊടുത്തു. ഓംബുഡ്സ്മാൻ 2 തവണ ഉത്തരവിട്ടിട്ടും രണ്ടാമത്തെ തവണ ഉത്തരവിട്ടപ്പോൾ സെക്രട്ടറിയും ASും എനിക്ക് അനുകൂലമായിട്ട് മേറ്റാക്കണമെന്നുള്ള രീതിയിൽ ഓർഡർ തന്നിട്ടും ഇപ്പം വാർഡ് മെമ്പറും ADS അംഗങ്ങളും എന്നെ മേറ്റായി നിയമിക്കുന്നതിൽ എതിർപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്നിലുള്ള വിരോധം എന്ന് പറയുമ്പോൾ 2021-22 കാലഘട്ടത്തിൽ ചോനാമ്പാറ അരിയാവിള ST ഭൂമിയിൽ ഒരു പണി നടക്കുകയും അതിൽ യൂണിയനിൽ പോണവരും റബ്ബർ ചുമട്ട് തൊഴിലാളി ചെറുമക്കളെ നോക്കി വീട്ടിൽ ഇരുന്ന വ്യക്തികൾക്കൊക്കെ ഒപ്പ് കൊടുത്തു. അത് മസ്ട്രോളിൽ ഇട്ടതിന് ശേഷമാണ്, അതിൻ്റെ പുറത്താണ് ഒപ്പ് ഇട്ടത്. അത് ഞങ്ങൾ പരാതിക്ക് പോയപ്പോൾ ആ ഫയൽ ഓംബുഡ്സ്മാൻ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മേറ്റായിരുന്ന വിജിത മോളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അടുത്ത 22-23 കാലഘട്ടത്തിൽ ഈ കക്കൂസ് കുഴി എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത പണിയാണ്, ഒരു വാർഡിലും ഇല്ല. പക്ഷേ അന്ന് മഴക്കുഴി എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ മേറ്റ് വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മേറ്റ് പ്രീതയായിരുന്നു. അപ്പോഴും അവിടെ 15 അടി താഴ്ചയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ വിട്ട് 15 അടി താഴ്ചയിൽ 2 കക്കൂസ് കുഴി നിർമ്മിച്ചു. അത് സോഷ്യൽ ഓഡിറ്റുകാർ കണ്ടുപിടിക്കുകയും അതിൻ്റെ പേരിൽ ആ റിപ്പോർട്ടും കൂടെ വച്ച് ഓംബുഡ്സ്മാൻ ആ പ്രീതയെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഈ 2 വ്യക്തികളും ഇപ്പോൾ സസ്പെൻഷനിലാണ് നിൽക്കുന്നത്. എന്നാൽ അവർ മസ്ട്രോളും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ ഫോണിൽ നിന്ന് ഡാറ്റ മാറ്റി പഞ്ചായത്ത് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതും എന്നിലുള്ള ഒരു വൈരാഗ്യമാണ്. ഞാൻ ഈ തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കുന്നതും ഒരു വിഷയമാണ്. അല്ല, മറ്റേ മസ്ട്രോള് കാലതാമസം വന്നതാണ് അവിടുത്തെ വിഷയം. മസ്ട്രോള് അടിച്ചു, പക്ഷെ അവർക്ക് പണി കൊടുത്തില്ല, അതായിരുന്നു വിഷയം. അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർ പോസ്റ്റ് ചെയ്യൂ, അല്ലാത്തവരെ പോസ്റ്റ് ചെയ്യൂല. എടുക്കാത്തത് ഇപ്പോൾ ഒരു മേറ്റിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10 ജയിച്ചിരിക്കണം. പിന്നെ ഒരു അയൽക്കൂട്ടത്തിൽ 5 അംഗ ഭരണസമിതിയിൽ ഒരാളായിരിക്കണം. പിന്നെ ഈ 60 വയസ്സ് തികയാൻ പാടില്ല. ഈ 3 ക്വാളിഫിക്കേഷനും ഉണ്ട്. അതൊരു പൊതുസഭയിൽ ഒരാൾ എഴിച്ചു നിന്ന്, ഈ 5 അംഗത്തിൽ ഒരാൾ എഴിച്ചു നിന്ന് സ്വയം പറയാണ് എനിക്ക് മേറ്റാകണമെന്ന്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി മാർക്കിട്ട് അവരെ സീനിയോറിറ്റി അനുസരിച്ച് എടുക്കണം. ഇതാണ് അതിൻ്റെ സർക്കുലർ. ഈ ഓർഡർ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഓംബുഡ്സ്മാൻ ഇട്ടത്. പക്ഷേ എല്ലാ കമ്മിറ്റികളിലും സെക്രട്ടറിയോടെയും മെമ്പർ ചോദിക്കുന്നത് ഓംബുഡ്സ്മാന് എന്ത് അധികാരമുണ്ട് ഈ ഓർഡർ ഇടാൻ? ഞാനല്ലേ വാർഡിൻ്റെ അധ്യക്ഷൻ, ഞാൻ അറിയാതെ എന്താണ് ഈ ഓർഡർ വന്നത്? ഇതാണ് ചോദ്യം. ഈ കള്ള ഒപ്പ് ഇങ്ങനെ ഇട്ട് ആളുകൾക്ക് ഇങ്ങനെ 100, 80 ഒപ്പൊക്കെ കൊടുത്ത് അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പഞ്ചായത്ത് മെമ്പറൊക്കെ കൂടിയാണ് ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ സെറ്റപ്പ് ആക്കിയത്. ഈ ഫോട്ടോ എടുക്കുന്നതിനും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് ഇപ്പം ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്നത്. അതിന് എന്തൊക്കെ കളി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ചെയ്തിട്ടുമുണ്ട്. പിന്നെ നമ്മളത് നിലവിൽ കൊണ്ടുവരുന്നില്ല. ഫോട്ടോ അതൊക്കെ അത് കൊടുക്കണമായിരുന്നു തന്നെ. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവരെടുക്കുന്നത് വരെ ഇനി ആ വാർഡിൽ പണി ചെയ്യരുത്. മൊത്തത്തിൽ പണി ഇവരെടുത്ത് മാത്രം എല്ലാവരും കൂടെ പണി ചെയ്താൽ മതി. അപ്പം അവർ ഇവരെടുത്തുന്ന പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളവിടെ കയറ്റുന്നില്ല.
അവർ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അനാവശ്യങ്ങളും പ്രശ്നങ്ങളും ആയതുകൊണ്ടാണ് ഞങ്ങളൊരു 12 പേര് അവിടെ പോകാതെ ഞങ്ങൾ ഒഴിവായി വേറെ സൈറ്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെയും കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ ക്ഷമിച്ച് നിൽക്കുന്നു തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഈ കൊടുക്കറ വാറ്റിൽ പണി വേണമെങ്കിൽ മേറ്റകൾ അവരെടുത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ കൊടുക്കറ വാറ്റിൽ പണി തുടങ്ങിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മേറ്റായി നിയമിച്ചിട്ടില്ല ഞങ്ങളെ. ഈ ഓർഡർ വന്നതിന് ശേഷം ഇന്ന് വരെയും മേറ്റെന്നുള്ള ഒരു പണിയിലും നിയമിച്ചിട്ടില്ല. 10 ദിവസത്തിനകം നിയമിക്കണമെന്നാണ് ഓർഡർ. പക്ഷേ ഓർഡർ വന്നിട്ട് 1 മാസത്തോളമായി. AI നിയമിക്കണം. തൊഴിലുറപ്പിൽ ഇല്ല AS ഓർഡർ AIക്ക് കൊടുത്തിട്ടുണ്ട് 10 ദിവസത്തിനകം നിയമനം കൊടുക്കണമെന്ന്. പക്ഷേ AIയെ തടസ്സപ്പെടുത്തി വെച്ചിട്ടുണ്ട് മെമ്പറും ADSകാരും. എന്താന്ന് വെച്ചാൽ ഇത് കരാർ വ്യവസ്ഥയിലുള്ള ഉദ്യോഗസ്ഥരാണ് തൊഴിലുറപ്പിലുള്ളത്. അപ്പോഴും നിങ്ങളെ ജോലി ഞാൻ വിചാരിച്ചാൽ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തടസ്സപ്പെടുത്തി. ആർക്ക്? ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. കുഴപ്പമൊന്നും രതികുമാരി എന്ന് പറയുന്ന മേറ്റ് ഫോട്ടോ എടുക്കാനോ ഈ മേറ്റിന്റെ ഒരു ഉത്തരവാദിത്വം അറിഞ്ഞുകൂടാ. അവരെ മേറ്റായിട്ട് നിയമിച്ചിട്ടുണ്ട്. നിലവിൽ മേറ്റാണ്. 10ാം ക്ലാസ് ജയിച്ചത് തന്നെ. പക്ഷെ മൊബൈൽ കൈകാര്യം ചെയ്യണം എന്ന് വെച്ചാൽ ഫോട്ടോ എടുത്ത് അയക്കണം. പിന്നെ മസ്റ്ററോഡിൽ ഒപ്പിടിയിക്കണം. പിന്നെ 8 ഫാം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം കണക്കൊക്കെ. അതൊന്നും അവർക്കില്ല. ഈ സസ്പെൻഷനിൽ നിൽക്കുന്ന മേറ്റുമാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവർ ഡമ്മിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, AS, തൊഴിലുറപ്പ് AE ഇവർ ഞങ്ങളെ 12 പേരെ ഹിയറിങ്ങിന് വിളിച്ചിരുന്നു പഞ്ചായത്ത് ഓഫീസിൽ. അപ്പോഴും ഞങ്ങളിത് പറയുകയും അവർ ഫയൽ പരിശോധിച്ച് ഇത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് അറേബ്യനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.